ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്ന NBFC, അതായത് നോൺ ബാങ്കിങ് ഫിനാൻസ്. നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ രണ്ടാമത്തെ ചാനൽ JMG 27 ചാനൽ നമ്മൾ നിങ്ങൾക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന 3 ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ബാങ്ക് തരുന്ന പേഴ്സണൽ ലോൺസിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി കണ്ടുനോക്കുക. ഞാൻ വേണമെങ്കിൽ മുകളിൽ ടാഗിങ് കൊടുക്കാം. അത് ഇപ്പോൾ നമ്മളിത് പറയാൻ പോകുന്നത് NBFCകളാണ്. അതായത് ബാങ്കിനായിട്ടും കുറച്ചുകൂടി ഈസിയായിട്ട് കിട്ടാവുന്ന സംഭവമാണ് NBFC, അതായത് ഫിനാൻസ് സ്ഥാപനങ്ങളുള്ള അതാണ്. അത് നിങ്ങൾ ഇതുപോലത്തെ സാധനങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അത് നിങ്ങൾ RBIയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള NBFC മാത്രം കയറി അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ലീഗലി നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ അങ്ങനത്തെ പ്ലേ സ്റ്റോറിലുള്ള ആപ്പുകൾ മാത്രം ചെയ്യാട്ടാന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആപ്പുകളും സേഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മെജോറിറ്റി. അപ്പോൾ നമ്മളതിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആപ്പുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ നിങ്ങൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഓൺലൈൻ പേഴ്സണൽ ലോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതും നമ്മുടെ RBI അണ്ടറിൽ വരുന്ന NBFC ത്രൂ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ, പേജ് ഫോളോ അടിച്ചാൽ മതി. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ പൂനെവാല ഫിൻകോർപ്പിൻ്റെ ലിങ്കാണ് നമ്മൾ താഴെ കൊടുത്തേക്കുന്നത്. ഇത് ആക്ച്വലി നമുക്ക് മാക്സിമം ഒരു പേഴ്സണൽ ലോൺ കൊടുക്കുന്നത് 5 ലക്ഷം രൂപയാണ്. ടെനർ 1 കൊല്ലം തൊട്ട് 36 മാസം വരെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇതിലെല്ലാത്തിലും ഇപ്പോൾ ബാങ്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ NBFCക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. ഒരു 12% തൊട്ട് 18% വരെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് വരാം. അത് വേരിയിങ് ആണ്, ചിലപ്പോൾ അതിന് മുകളിൽ പോകാൻ ഡിപ്പെൻസ്. അപ്പോൾ നമ്മുടെ സിബിൽ സ്കോറാണ്. നിങ്ങൾക്ക് സിബിൽ സ്കോർ നല്ലോണം ഉണ്ടെങ്കിൽ ഇവർ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടും. ബാക്കിയുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് കിട്ടും. അങ്ങനെയാണ് ഇത് ആക്ച്വലി ഇവർ തീരുമാനിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഇൻസ്റ്റൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് നിങ്ങൾക്ക് പൂനെവാല നോക്കാം. നിങ്ങൾക്ക് ഒരു ഹൈ എമൗണ്ട്, അതായത് 1 ലക്ഷം 2 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ വേണമെന്നുള്ളവർക്ക് എന്താ വെച്ചാൽ പൂനെവാല ഫിൻകോർപ്പ് നോക്കാം. ഇവർ അത്യാവശ്യം ഹൈ വാല്യൂ ലോൺസുകളാണ് അപ്രൂവ് ആവുന്നത് കേട്ടോ. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് ബി തന്നെയാണ്. ക്രെഡിറ്റ് ബി എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. നമുക്ക് 7,000 തൊട്ട് 5 ലക്ഷം രൂപ വരെ കിട്ടുന്ന പരിപാടിയാണ്. 15% തൊട്ട് 29% വരെയൊക്കെയാണ് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 75% ഓഫ് ഓൺ പ്രോസസ്സിംഗ് ഫീ വരുന്നുണ്ട്. DSA 100 അടിച്ചു കൊടുത്താൽ മതി. കോഡാണത് DSA 100. അപ്പോൾ ഇതും അത്യാവശ്യം ഇൻസ്റ്റൻറ്റ് ഡിസ്പേഴ്സൽ തന്നെയാണ്. പണ്ടത്തെ പോലെ ക്രെഡിറ്റ് ബിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ സോൾവ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കസ്റ്റമർ കെയർ കിട്ടുന്നുണ്ട്. ക്രെഡിറ്റ് ബി അത്യാവശ്യം ഒന്നാമത് ഫേമസ് ആണ്, എല്ലാവരും കേട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ മണിവിൻ്റെ പേഴ്സണൽ ലോണാണ്. അതും മിക്ക ആൾക്കാരും ആഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ TV-ലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് 5,000 തൊട്ട് 10 ലക്ഷം രൂപ വരെ അവർ കൊടുക്കുന്നുണ്ട്. ഇതും ഇൻസ്റ്റൻറ്റ് ഡിസ്പേഴ്സൽ തന്നെയാണ്. നമുക്ക് എല്ലാം ഓൺലൈൻ വഴി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് പാൻ കാർഡും ആധാർ കാർഡും എന്താ പറയുക ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ഒരു ചോദിക്കാം. ചില സമയത്ത് ഇപ്പോൾ ITR ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് ഡോക്യുമെൻറ്റ്സും ഇതെല്ലാത്തിനും ഈ കുറച്ച് ഡോക്യുമെൻറ്റ്സ് മാത്രം മതി. എല്ലാം ഓൺലൈനാണ് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതും ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് 16% കേട്ടോ നമ്മുടെ മണിവിൻ്റെ. പിന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ബാങ്കുകളുടെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതുപോലെ തന്നെ കോട്ടക്ക്, അതൊക്കെ ആക്സിസ്, അതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടുണ്ട്, കാണാത്തവർ പോയി കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ റെക്കമെൻഡ് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന NBFC ലോൺസുകൾ നോക്കുകയാണെങ്കിൽ പ്രിഫറിൻ്റെ പേഴ്സണൽ ലോണും വലിയ കുഴപ്പമില്ലാത്ത സംഭവമാണ്. പ്രിഫർ ഇതും 25,000 തൊട്ട് 3 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. 18% ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ടിങ് ആളൊക്കെ വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹീറോ ഫിൻകോർപ്പും വലിയ കുഴപ്പമില്ല. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയും ഹീറോ കാർഡെയാണ്. 50,000 തൊട്ട് 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. 12 മാസം തൊട്ട് 36 മാസം വരെ കിട്ടുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് മറ്റേ സിമിലർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. M-Pocket ഒന്നും നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ട. M-Pocket ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പേമി എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനം, അതൊന്നും റെക്കമെൻഡ് അല്ല. നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. പേമി ഉണ്ട്, അതുപോലെ തന്നെ M-Pocket ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് കമ്പാരിറ്റീവ്ലി ഇവർക്ക് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഷോക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം നല്ല സാധനങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ എടുത്ത് പറയാൻ കാരണം. പിന്നെ അടുത്ത് നമുക്ക് DMI ഫിനാൻസ് പേഴ്സണലുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. DMI ഫിനാൻസ് ഇവരും 50,000 തൊട്ട് 5 ലക്ഷം രൂപ വരെയാണ് കൊടുക്കുന്നത്. 16% തൊട്ട് 25% വരെ അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വേരിയിങ് ആണ് കേട്ടോ. പിന്നെ ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 50,000 തൊട്ട് 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. 10% തൊട്ട് തന്നെ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു NBFC നോക്കുകയാണെങ്കിൽ ആദിത്യ ബിർള നിങ്ങൾക്ക് നോക്കാട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ പിന്നൊക്കെ ബാങ്കുകളാണ് വരുന്നത്. പിന്നെ ക്യാഷൊന്നും ഞാൻ റെക്കമെൻഡ് അല്ല, ക്യാഷൊന്നും ഇപ്പോൾ എടുക്കണ്ട കേട്ടോ. റാം ഫിൻകോർപ്പ് നിങ്ങൾ ഇപ്പോൾ എടുക്കണ്ട. പിന്നെ ബാക്കിയുള്ളത് നമ്മളങ്ങനെ പറയുന്നില്ല. ആസ്പയർ വലിയ കുഴപ്പമില്ല, അത് ക്രെഡിറ്റ് ലൈനാണ്. പക്ഷേ നിങ്ങൾക്ക് അത് കുഴപ്പമില്ലാത്തവർക്ക് എടുക്കാം ആസ്പയർ ലൈൻ ഓഫ് ക്രെഡിറ്റ്. അല്ലാത്തവർക്ക് നിങ്ങൾ എടുക്കണ്ട, ആസ്പയർ ഒന്നും എടുക്കണ്ട.
പിന്നെ ഏതാ പിന്നെ ഇതിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ നിങ്ങൾക്ക് കാണാം ട്രില്യൺസ് ലോൺസുകളൊക്കെ ഉണ്ട്, ബ്രാഞ്ച് പേഴ്സണൽ ലോൺസ്. അതൊന്നും എടുക്കണ്ട കേട്ടോ. കുറച്ച് ഒന്നാമത് തന്നെ അവരുടെ അപ്രൂവൽ റേറ്റൊക്കെ ഭയങ്കര ഷോ ആണ്. അതാണ് മെയിൻ കാരണം. ക്രെഡിറ്റ് സി ഉണ്ട്, ഇവരൊക്കെ പക്ഷേ രജിസ്റ്റേർഡ് തന്നെയാണ്, പക്ഷേ ഫേമസ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം അപ്രൂവൽ റേറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡിസ്പേഴ്സിൽ വരുന്ന NBFCകളുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത്. ഞാൻ എന്തായാലും ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡയറക്റ്റ്ലി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ കയ്യിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, നമ്മുടെ ആധാർ കാർഡിലേക്ക് മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഈ 3 മെയിനായിട്ട് വേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് ചിലവർക്ക് ചിലപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സംഭവമൊക്കെ ചോദിക്കും, ക്രെഡിറ്റ് സ്കോർ കുറവായവർക്കൊക്കെ. അല്ലാത്തവർക്ക് നോർമലി ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കാണിക്കട്ടെ. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ കാണിക്കും, അല്ലെങ്കിൽ റിജക്റ്റ് കാണിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണുന്നവർ കണ്ടു, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത് കാണാം.